ഹായ്. ഇന്ന് എഴുതിയിരിക്കുന്ന തിരക്കഥ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന സിനിമയുടെ കഥയിൽ ഉൾപ്പെട്ടിരിക്കുന്ന എന്നാൽ സിനിമയിൽ കാണിക്കാത്ത ഒരു സീനാണ് ട്രൈ ചെയ്തിരിക്കുന്നത്. മുരളിഗോപി എഴുതി വച്ചിരിക്കുന്ന തിരക്കഥയുടെ 7 അയൽവക്കത്തെത്തില്ലെങ്കിലും ഈ സിനിമയോടും അതിലെ സ്റ്റീഫൻ എന്ന ക്യാരക്ടറോടും അതിലുപരി ലാലേട്ടനോടുള്ള അതിയായ ഇഷ്ടത്തിനും പുറത്താണ് ഈ ഒരു പോർഷൻ ഞാൻ എഴുതിയിരിക്കുന്നത്. ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായി വരാൻ പോകുന്ന എമ്പുരാൻ എന്ന സിനിമയുമായി ഈ സീനിന് ബന്ധമില്ല. പക്ഷേ എന്നാൽ ലൂസിഫർ എന്ന സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ നടക്കുന്ന ഒരു സീൻ എന്ന രീതിക്ക് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ തിരക്കഥയിലേക്ക് പോകാം. അകം ഓർ പുറം. മുംബൈ എയർപോർട്ട്. ആഫ്റ്റർനൂൺ. മുംബൈ എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന ദൃശ്യം കാണിക്കുന്നു. ഏതാനും സമയത്തിനുള്ളിൽ ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരാൾ, ജാവേദ്, എയർപോർട്ടിൽ നിന്നും വെളിയിലേക്ക് നടന്നു വരുന്നു. അവിടെ അയാളെ കാത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. അകം ഓർ പുറം. കാറ് സഞ്ചരിക്കുന്നു. മുംബൈ ട്രാഫിക്കിലൂടെ കാർ സഞ്ചരിക്കുകയാണ്. ഉള്ളിൽ ജാവേദ് പുറത്തേക്ക് നോക്കിയിരിക്കുന്നു. അയാൾ ഗൗരവത്തിലാണ്. അവിടെ നിന്ന് അടുത്ത സീൻ. പുറം ഒരു പ്രൈവറ്റ് റിസോർട്ട്. 1 മണിക്കൂറിന് ശേഷം വലിയൊരു ലക്ഷറി റിസോർട്ടിന് മുന്നിൽ ആ കാർ വന്ന് നിർത്തി. ജാവേദ് പുറത്തേക്കിറങ്ങി. അബ്ദുൾ അയാൾക്കടുത്തേക്ക് വന്നു. ഇവരുടെ സംസാരം മുഴുവൻ ഹിന്ദിയിലാണ്. ജാവേദ്: ഹായ് അബ്ദുൾ. അപ്പോൾ അബ്ദുൾ: ഹായ്. ജാവേദ് മറ്റാരെയോ ഒപ്പം പ്രതീക്ഷിച്ചതുപോലെ നോക്കുന്നു. ജാവേദ്: വേർ ഈസ് ഹി? അപ്പോൾ അബ്ദുൾ: അകത്തുണ്ട്. അപ്പോൾ ജാവേദ്: ദെൻ ഷാൽ വി? അപ്പോൾ അബ്ദുൾ: ജാവേദ്: ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടക്കുന്നത് തന്നെ. അപ്പോൾ ജാവേദ്: ട്രസ്റ്റ് മീ, എൻ്റെ ലൈഫ് റിസ്ക് ചെയ്തിട്ടാണ് ഞാനീ വരുന്നത്. നമുക്ക് ഡീല് സംസാരിക്കാം. അവനെ വിശ്വാസമുള്ളതുപോലെ അബ്ദുൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു. രണ്ടുപേരും അകത്തേക്ക് പോകുന്നു. അകം റിസോർട്ട്. നിമിഷങ്ങൾക്ക് ശേഷം അകത്ത് പൂളിനോട് ചേർന്നൊരിടത്ത് ജാവേദ് ഇരിക്കുന്നു. ഒപ്പം അബ്ദുൾ ഇരിക്കുന്നുണ്ട്. ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ആരാണെന്ന് കാണിക്കുന്നില്ല. ഇവർ 3 പേരേ അവിടെയുള്ളൂ. അപ്പോൾ ജാവേദ് പറയാണ്: ഐ എം ജാവേദ്. ഐ വർക്ക് ഫോർ അരിഫാൻ നിഷിമുറ. ഇൻഡോനേഷ്യൻ ഗോൾഡ് ട്രേഡ് ഈസ് അണ്ടർ ഹിസ് കൺട്രോൾ. എക്സ്പോർട്ട് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഡീൽ ചെയ്യുന്നതിൽ ഞാൻ ഇൻവോൾവ് ആണ്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാ പാർട്ടികളെയും എനിക്കറിയാം. ബോത്ത് നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ. ബട്ട് ഇമ്പോർട്ടിംഗ്. അത് പറയുമ്പോൾ ജാവേദിൻ്റെ ശബ്ദത്തിലും ഭാവത്തിലും ഒരു നിഗൂഢത വരുന്നു. ജാവേദ്: അതിനെപ്പറ്റി അരിഫാൻ അല്ലാതെ മറ്റാർക്കും ഒന്നും അറിയില്ല. അബ്ദുൾ ജാവേദിനെയും ഓപ്പോസിറ്റ് ഇരിക്കുന്നയാളെയും മാറി മാറി നോക്കുന്നു. ജാവേദ്: ഇറ്റ്സ് എ മിസ്റ്ററി. ബട്ട് ഐ നോ സംതിങ് ദാറ്റ് യു വിൽ വാണ്ട് ടു നോ അബൌട്ട്. അപ്പോൾ അബ്ദുൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട്: ഹീ ഈസ് ടോക്കിംഗ് അബൌട്ട് സ്റ്റീഫൻ. അത് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ കാണിക്കുന്നു. അത് ബോബിയാണ്. സ്റ്റീഫൻ എന്ന പേര് കേട്ടതും ബോബിയുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ആലോചനകൾ ഓടി മറയുകയാണെന്ന് മുഖത്തു നിന്ന് വ്യക്തം. അപ്പോൾ ബോബി സംശയത്തോടെ: സ്റ്റീഫൻ? അപ്പോൾ ജാവേദ്: ഇൻഫാക്റ്റ് ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്, ബട്ട് ഗീവ് മീ 1 വീക്ക്, ഐ വിൽ ഫൈൻഡ് ഔട്ട്. അപ്പോൾ ബോബി: അബ്ദുൾ, സ്റ്റീഫനെ അകത്താക്കാൻ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കിട്ടിയേ പറ്റൂ. ഉറപ്പില്ലാത്ത ഈ ഒരു കാര്യത്തിന് ഒരാഴ്ച കളയാനില്ല. ജാവേദ് അത് ശ്രദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ അബ്ദുൾ: ബോബി, അവൻ്റെ പണ്ടത്തെ മുംബൈ ഇടപാടുകൾ കുറച്ചൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ. സ്റ്റീഫനെ പോലെ ഒരു നേതാവിനെ അകത്താക്കാൻ നോക്കുമ്പോൾ സംതിങ് ബിഗ് എന്തെങ്കിലും കിട്ടിയിട്ടല്ലേ കാര്യമുള്ളൂ. ഐ തിങ്ക് ദിസ് ഈസ് അവർ കോൾ. ബോബി മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ അബ്ദുൾ: ഈ ഒരു ഇടപാടിൽ അവൻ ഇൻവോൾവ് ആണെങ്കിൽ അത് തെളിവ് സഹിതം പുറത്തുവിട്ട് നമുക്ക് അവൻ എന്നേക്കുമായി അകത്താക്കാം. ബോബി വിചാരിച്ചാൽ അത് നടക്കില്ലേ? അപ്പോൾ ബോബി: PKRൻ്റെ വിയോഗം അവനെ തളർത്തിയിട്ടുണ്ട്. പാർട്ടിക്ക് അകത്തും പുറത്തും ഹി ഡോണ്ട് ഹാവ് എനി സപ്പോർട്ട്. സോ ഈ സമയത്ത് ഇങ്ങനെ ഒരു ഇടപാടിൽ അവനും ഇൻവോൾവ് ആണെങ്കിൽ ഐ ക്യാൻ ബ്രിങ് ഹിം ഡൗൺ. ബോബി ജാവേദിനെ നോക്കുന്നു. അപ്പോൾ ജാവേദ്: ഐ എം ലുക്കിംഗ് ഫോർ എ ഡീൽ. അപ്പോൾ ബോബി: പ്രൂഫ് സഹിതം എനിക്ക് കൈമാറാൻ നിനക്ക് കഴിഞ്ഞാൽ കൺസിഡർ ദ ഡീൽ ഈസ് ഡൺ. നീ പറയുന്നതാണ് വില. ജാവേദ് അത് കേട്ട് പുഞ്ചിരിക്കുന്നു. അബ്ദുൾ അവനെ നോക്കുന്നു. ബോബി വലിയൊരു പിടിവള്ളി കിട്ടിയ ആത്മവിശ്വാസത്തോടെ അവനെ നോക്കുന്നു. അവിടെ നിന്നും അടുത്ത സീൻ. പുറം IOF ഓഫീസ്. പകൽ. പിറ്റേന്ന് പാർട്ടി ഓഫീസിലേക്ക് ബോബിയുടെ കാർ വരുന്നു. മുന്നിൽ വണ്ടി നിർത്തി ബോബി പുറത്തേക്കിറങ്ങി. അവിടെ മുരുകനും സുമേഷും അടക്കം എല്ലാവരും ഉണ്ട്. ബോബി അകത്തേക്ക് കയറി ചെന്നു. മുരുകൻ ബോബി പോകുന്നത് നോക്കി നിൽക്കുന്നു. അകം ക്യാബിൻ. ഉള്ളിൽ വർമ്മ ഇരിക്കുന്നു. ജനലിൻ്റെ അടുത്ത് ബോബി നിൽക്കുന്നുണ്ട്. അപ്പോൾ വർമ്മ എന്തോ ആലോചിച്ചുകൊണ്ട്: ബോബി, സ്റ്റീഫൻ എന്തൊക്കെയോ ഒളിയും മറയും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് കരുതി അത് നോക്കാൻ അവിടെ ഒരാൾ കൂലിക്ക് നിർത്തുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല.
അപ്പോൾ ബോബി, വർമ്മ സാറേ, അവൻ്റെ എല്ലാ മറയും പുറത്തു കൊണ്ടുവരാനുള്ളൊരു വഴി കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. കൂടി വന്നാൽ ഒരാഴ്ച, അതിനപ്പുറം പോവില്ല. വർമ്മ അത് കേട്ടെന്തോ ആലോചിക്കുന്നു. അപ്പോൾ വർമ്മ, എന്നാലും ബോബി. അപ്പോൾ ബോബി, മുൻപ് അവൻ ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോയത് വർമ്മ സാറും കേട്ടതല്ലേ. പാർട്ടിക്ക് ഫണ്ട് വേണമെങ്കിൽ പ്രായോഗികമല്ലാത്ത ചിലതൊക്കെ പ്രായോഗികമാക്കിയേ പറ്റൂ. വർമ്മ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ബോബി, അധികം ആലോചിക്കാനൊന്നുമില്ല. ഇത് നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റൊരാൾ അറിയാതെ നോക്കണം. ഇമ്മീഡിയറ്റ്ലി വേണം. അവിടെ നിന്ന് കട്ടാവുന്നു. പുറം ജക്കാർത്ത പോർട്ട്, ഇന്തോനേഷ്യ, നൈറ്റ്. പോർട്ടിൽ നങ്കൂരമിട്ട് കിടക്കുന്ന ഒരു ഷിപ്പിലെ ഹെലിപ്പാഡിൽ ജാവേദും കുറേ ആളുകളും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവിടേക്കൊരു ഹെലികോപ്റ്റർ പറന്നു വരുന്നുണ്ട്. കപ്പലിലെ ഹെലിപ്പാഡിൽ ചോപ്പർ വന്നിറങ്ങി. അതിൽ നിന്നും അരിഫാൻ പുറത്തേക്ക് ഇറങ്ങുന്നു. ജാവേദ് അടക്കം എല്ലാവരും ബഹുമാനത്തോടെ നിൽക്കുകയാണ്. ജാവേദ് ചെന്ന് അരിഫാൻ്റെ കയ്യിലെ ബ്രീഫ് കേസ് വാങ്ങുന്നു. അവർ അവിടെ നിന്ന് ഷിപ്പിനുള്ളിലൂടെ പോർട്ടിലേക്ക് ഇറങ്ങി. അവിടെ റോൾസ് റോയ്സ് അടക്കം കാറുകൾ നിരന്ന് കിടക്കുകയാണ്. അരിഫാൻ റോൾസ് റോയ്സിൽ കയറുന്നു. മുൻ സീറ്റിൽ ജാവേദും കയറി. കാറുകൾ അവിടെ നിന്ന് നിരനിരയായി പോകുന്നു. പുറം ജക്കാർത്ത, നൈറ്റ്. തിരക്കേറിയ നഗരത്തിൻ്റെ വിവിധ ആകാശ ദൃശ്യങ്ങൾ കാണിക്കുന്നു. അരിഫാൻ്റെ കാർ നഗരത്തിലെ വലിയൊരു റെസിഡൻസിയിലേക്ക് കയറുന്നു. അകം റെസിഡൻസി. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം അരിഫാനും ജാവേദും ലിഫ്റ്റിലാണ്. അപ്പോൾ ജാവേദ്, എവറിത്തിങ് ഈസ് അണ്ടർ കൺട്രോൾ. ഒരാൾക്കും പുറത്തേക്കോ പുറത്തുനിന്ന് അകത്തേക്കോ ആക്സസ് ഇല്ല. സെക്യൂരിറ്റി ഈസ് ടൈറ്റ്. അപ്പോൾ അരിഫാൻ, താങ്ക് യു ജാവേദ്. അപ്പോൾ ലിഫ്റ്റ് തുറക്കുന്നു. അവർ മുറിയുടെ അടുത്തേക്ക് നടന്നു. ജാവേദ് മുറിയുടെ ഡോർ തുറന്നു. അരിഫാൻ അകത്തേക്ക് കയറി. അരിഫാൻ, സീ യു ഇൻ ദ മോർണിംഗ്. ജാവേദ് ഡോർ അടയ്ക്കാൻ തുടങ്ങിയതും അരിഫാൻ, ആൻഡ് ദ ബ്രീഫ് കേസ്. അപ്പോൾ ജാവേദ്, ഓ സോറി. ജാവേദ് ആ ബ്രീഫ് കേസ് അരിഫാന് കൊടുക്കുന്നു. വാതിലടയ്ക്കുന്നു. അകം റെസിഡൻസി. അവിടെ നിന്നും തൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ ജാവേദ് കയ്യിൽ ഒളിപ്പിച്ച ചെറിയൊരു ഡിവൈസിലേക്ക് നോക്കുന്നു. അതിൽ കോപ്പീഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണുന്നുണ്ട്. അപ്പോൾ അകം മറ്റൊരു മുറി. ഡോറ് നല്ലതുപോലെ ലോക്കാക്കിയ ശേഷം ജാവേദ് ലൈറ്റ് ഓൺ ആക്കുന്നു. ജനലുകളും മറ്റും പൂർണ്ണമായി അടച്ചതിന് ശേഷം ലാപ്പ് ഓൺ ചെയ്യുന്നു. കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഡിവൈസ് എടുത്ത് ലാപ്പിൽ കണക്ട് ചെയ്യുന്നു. ജാവേദ് അതീവ ശ്രദ്ധയോടെ ലാപ്പിൽ ഇപ്പോൾ കണക്ട് ചെയ്ത ഡ്രൈവ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉൾപ്പെടുന്ന ഫയൽസാണ്. ഓരോന്നായി അയാൾ ഓപ്പൺ ചെയ്യുന്നു. അതിലൊന്നിൽ ഇമ്പോർട്ട് എഗ്രിമെൻറ്റ് എന്നൊരു ഫയൽ കാണുന്നു. ജാവേദ് ആ ഫയലിലെ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിനടിയിൽ ഒരു സൈൻ കാണുന്നു. അവിടെ KA എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. പുറം ഇന്തോനേഷ്യ, പിറ്റേന്ന് രാവിലെ. അരിഫാൻ്റെ റോൾസ് റോയ്സും നിരനിരയായി കുറേ കാറുകളും സഞ്ചരിക്കുന്നതിൻ്റെ ആകാശ ദൃശ്യം കാണിക്കുന്നു. ഫോറസ്റ്റിന് നടുവിലൂടെയുള്ള റോഡിലൂടെയാണ് അവർ പോകുന്നത്. മുൻസീറ്റിൽ ജാവേദ് ഇരിക്കുന്നു. പിന്നിൽ അരിഫാൻ ഇരിക്കുന്നുണ്ട്. കാർ ഫോറസ്റ്റിനുള്ളിൽ തന്നെ ഒരു നിരന്ന പ്രദേശത്ത് നിർത്തുന്നു. എല്ലാവരും പുറത്തേക്കിറങ്ങി. മറ്റാരെയോ വെയിറ്റ് ചെയ്യുന്നത് പോലെ അവർ കാത്തു നിൽക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടേക്കൊരു ഹെലികോപ്റ്റർ താഴ്ന്നിറങ്ങുന്നു. ജാവേദ് ഒരൽപ്പം ഭയത്തോടെ നിൽക്കുകയാണ്. ഹെലികോപ്റ്റർ താഴെ വന്നു നിന്നു. അതാരാണെന്ന കൗതുകത്തോടെ ജാവേദ് നോക്കി നിൽക്കുകയാണ്. അകം ബോബിയുടെ വീട് രാവിലെ. ബോബി ട്രെഡ്മില്ലിൽ നടക്കുകയാണ്. അപ്പോൾ അയാളുടെ മൊബൈൽ റിങ് ചെയ്യുന്നു. ബോബി അറ്റൻഡ് ചെയ്തു. അപ്പോൾ ജാവേദിൻ്റെ ശബ്ദം, ഹായ് ബോബി, ഇറ്റ്സ് ജാവേദ്. അത് കേട്ട് ബോബി ട്രെഡ്മിൽ ഓഫ് ചെയ്തു. ബോബി ഒരു പ്രതീക്ഷയോടെ, ടെൽ മി ജാവേദ്. അപ്പോൾ ജാവേദ്, ഐ വാസ് റോങ്, സോറി ഫോർ വേസ്റ്റിംഗ് യുവർ ടൈം. എനിക്ക് ആൾ മാറിപ്പോയി. അപ്പോൾ ബോബി സംശയത്തോടെ, ജാവേദ്, യു ഷുവർ അബൌട്ട്? അത് പറഞ്ഞെങ്കിലും കോൾ കട്ടാവുന്നു. ബോബി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ നിൽക്കുന്നു. പുറം ഇന്തോനേഷ്യൻ ഫോറസ്റ്റ്. ജാവേദ് രക്തമൊലിപ്പിച്ച് മുട്ടുകുത്തി നിൽക്കുകയാണ്. ജാവേദിൻ്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അരിഫാൻ നിലത്തിട്ട് ചവിട്ടിപ്പൊട്ടിക്കുന്നു. അരിഫാൻ, ദാറ്റ്സ് അൺഅക്സെപ്റ്റബിൾ. ജാവേദ് ഒന്നും പറയാതെ തുടർന്നു. മുഖത്ത് മരണഭയമാണ്. അരിഫാൻ്റെ സംസാരം മുഴുവൻ ഇന്തോനേഷ്യൻ ഭാഷയിലാണ്. അരിഫാൻ, ഡോണ്ട് തിങ്ക് യു ക്യാൻ ഫ്യൂൾ മീ ആൻഡ് ഗെറ്റ് അവേ വിത്ത് ഇറ്റ്. ഇവിടെ ആരും വരാൻ പോകുന്നില്ല. ആ ചോപ്പർ എനിക്ക് പോകാനുള്ളതാണ്. അരിഫാൻ തോക്കെടുത്ത് കർച്ചീഫ് കൊണ്ട് തുടയ്ക്കുന്നു. അരിഫാൻ, കൂടെ നിന്ന് ഒറ്റുന്നവരെ നേരിട്ട് തീർക്കണം. അത് അതിൻ്റെ ഒരു രീതി. ആൻഡ് എൻ്റെ സ്വർണത്തിൻ്റെ സോഴ്സ് നിനക്കറിയണം അല്ലേ? അരിഫാൻ അവൻ്റെ നെറുകിലേക്ക് തോക്ക് ചൂണ്ടുന്നു. അരിഫാൻ, ദെൻ ലിസൺ, ഇറ്റ്സ് അബ്രഹാം. തൊട്ടടുത്ത നിമിഷം ഷൂട്ട് ചെയ്യുന്നു. ജാവേദ് പുറകോട്ട് വീഴുന്നു.
നിമിഷങ്ങൾക്കുള്ളിൽ കാറുകൾ അവിടെ നിന്നും തിരിഞ്ഞു പോകുന്നതും അരിഫാൻ്റെ ഹെലികോപ്റ്റർ അവിടെ നിന്നും പറന്നു പോകുന്നതും കാണിക്കുന്നു. അകം ഓർ പുറം കാറ് കേരള സഞ്ചരിക്കുന്നു. കാറ് സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യം കാണിക്കുന്നു. വർമ്മ പിൻസീറ്റിലിരിക്കുന്നുണ്ട്. അയാളുടെ ഫോൺ ബെല്ലടിക്കുന്നു. വർമ്മ അറ്റൻഡ് ചെയ്തു. വർമ്മ: പറ ബോബി. അപ്പോൾ ബോബിയുടെ ശബ്ദം: വർമ്മ സാറേ, ഞാൻ പറഞ്ഞ ഷാഡോവിങ് അങ്ങ് നിർത്തിയാരെ. അപ്പോൾ വർമ്മ: അല്ല, ഇത്ര പെട്ടെന്നോ? അപ്പോൾ ബോബി: അതെ വർമ്മ സാർ, ഞാൻ പറയുന്നത് കേൾക്ക്. വർമ്മ ആലോചിച്ചുകൊണ്ട്: അങ്ങനെ ആവട്ടെ. വർമ്മ കോൾ കട്ട് ചെയ്ത് മറ്റൊരാളെ വിളിക്കുന്നു. വർമ്മ: മുരുക. അവിടെ നിന്നും കട്ടാവുന്നു. അകം ഓർ പുറം IUF ഓഫീസ്. കുറച്ച് സമയത്തിന് ശേഷം മുരുകൻ വർമ്മയുടെ ക്യാബിനിലേക്ക് വരുന്നു. വർമ്മ: മുരുക, എന്തായി? അപ്പോൾ മുരുകൻ: എൻ്റെ പൊന്ന് വർമ്മ സാറെ, സകല എണ്ണത്തിനെയും വിളിച്ച് തപ്പി, അങ്ങനെ ഒരാളുടെ പൊടി പോലുമില്ല. വർമ്മ ഇനി എന്ത് ചെയ്യുമെന്ന മട്ടിൽ ആലോചിക്കുന്നു. അപ്പോൾ മുരുകൻ: വർമ്മ സാർ എന്തിനാ പേടിക്കുന്നേ? സ്റ്റീഫനെ ഷാഡോ ചെയ്യാൻ ആൾ നിർത്തിയത് വർമ്മ സാറും ഇപ്പം ഞാനും അല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. അവനൊക്കെ ആശ്രയത്തിൽ നിന്ന് കിട്ടിയതും പൊക്കിക്കൊണ്ട് പണി മതിയാക്കി പണ്ടേ വല്ല ബീഹാറിലും എത്തിയിട്ടുണ്ടാവും, അല്ല പിന്നെ. അപ്പോൾ വർമ്മ ആലോചിച്ചുകൊണ്ട്: മുരുകൻ ചെല്ല്. അപ്പോൾ മുരുകൻ: ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളോടും വല്ലതും പറഞ്ഞിട്ട് ചെയ്യേണ്ട സാറേ. മുരുകൻ പുറത്തേക്ക് പോകുന്നു. വർമ്മ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവാത്ത മട്ടിലിരിക്കുന്നു. അവിടെ നിന്ന് കട്ടാകുന്നു. പുറം നെടുമ്പള്ളി പള്ളി. പള്ളിയുടെ പുറത്തു നിന്നുള്ള ദൃശ്യം കാണിക്കുന്നു. അച്ഛൻ്റെ ശബ്ദം: എസ്തപ്പാനെ, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യണം. അകം നെടുമ്പള്ളി പള്ളി. ഉള്ളിൽ നെടുമ്പള്ളി അച്ഛൻ ഇരിക്കുന്നു. മുന്നിലിരിക്കുന്നയാളെ കാണിക്കുന്നില്ല. അച്ഛൻ: വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ചെയ്യണം. അപ്പോൾ കുറച്ച് കുട്ടികൾ അവിടേക്ക് വരുന്നു. അവർ സന്തോഷത്തോടെ തുള്ളി ചാടിക്കൊണ്ടാണ് വരുന്നത്. കുട്ടികൾ: എസ്തച്ച, ഇന്ന് ഏത് കഥയാണ് പറയാൻ പോകുന്നത്? സ്റ്റീഫൻ ആ കുട്ടിയുടെ തലയിൽ തലോടി. സ്റ്റീഫൻ: ഒരു മാലാഖയുടെ പിന്നാലെ കൂടിയ ചെന്നായുടെ കഥ പറയാം. നിങ്ങൾ ചെന്ന് കളിക്ക്. അത് കേട്ട് കുട്ടികൾ അവിടെ നിന്ന് സന്തോഷത്തോടെ പോകുന്നു. സ്റ്റീഫൻ പോകാനായി എണീറ്റു. സ്റ്റീഫൻ: ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ അച്ഛൻ: ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. സ്റ്റീഫൻ പള്ളിയിൽ നിന്നും പുറത്തേക്ക് നടക്കുന്നത് അച്ഛൻ നോക്കി നിൽക്കുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. പുറം ഫോറസ്റ്റ്. കാടിനുള്ളിലൂടെയുള്ള വഴിയിലൂടെ സ്റ്റീഫൻ്റെ ജീപ്പ് പോകുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു. കുറച്ച് ദൂരം സഞ്ചരിച്ച ശേഷം കാട്ടിലെ ഒരു ഔട്ട് ഹൗസ് പോലെയുള്ള ഒന്നിന് മുന്നിൽ വന്ന് ജീപ്പ് നിർത്തുന്നു. പുറത്ത് മുത്തു നിൽക്കുന്നുണ്ട്. ജീപ്പിൽ നിന്നും സ്റ്റീഫൻ ഒരു കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ മുത്തുവിൻ്റെ മുഖം തെളിയുന്നു. ജീപ്പിൽ നിന്ന് പുറത്തേക്കിറങ്ങി മുണ്ടിൻ്റെ കരയിലൂടെ ഒരറ്റം പിടിച്ചുകൊണ്ട് സ്റ്റീഫൻ നടന്നു വരുമ്പോൾ മുഖം കാണിക്കുന്നു. സ്റ്റീഫനോടൊപ്പം മുത്തുവും അകത്തേക്ക് കയറുന്നു. മുത്തു ഒപ്പം നടന്നുകൊണ്ട് തമിഴിൽ: അവൻ 2 ദിവസമായിട്ടും ഇവിടെ പണിക്കാരുടെ കൂടെ ഉണ്ട്. സെൽവൻ എന്നാണ് പേര് പറഞ്ഞത്. ഇന്ന് കാര്യം അറിഞ്ഞപ്പോൾ രക്ഷപ്പെടാൻ നോക്കി. 2 പേര് വെട്ടുകൊണ്ട് ആശുപത്രിയിലാണ്. അകത്ത് 6-7 പണിക്കാരുണ്ട്. സ്റ്റീഫന് വേണ്ടി അവർ ഇരുവശത്തേക്ക് നിന്ന് വഴിയൊരുക്കി. അപ്പുറത്ത് ഒരുത്തനെ തല്ലി കോലം കെടുത്തി കെട്ടിയിട്ടിരിക്കുന്നു. സെൽവൻ. അവനാണ് സെൽവൻ. സ്റ്റീവനെ കണ്ട് അവൻ ദേഷ്യത്തോടെ നോക്കുന്നു. സ്റ്റീവൻ അവൻ്റെ മുന്നിൽ വന്ന് നിന്നു. സ്റ്റീവൻ: ആർക്കു വേണ്ടിയായിരുന്നു? അപ്പോൾ സെൽവൻ ദേഷ്യത്തോടെ: പറയില്ല, കൊന്നാലും ഞാൻ പറയില്ല. അപ്പോൾ സ്റ്റീഫൻ: കൊന്നാൽ പിന്നെ എങ്ങനെ പറയാനാ? മുത്തു അവൻ്റെ പിന്നിലേക്ക് ചെന്ന് നിൽക്കുന്നു. അതായത് സെൽവത്തിൻ്റെ പിന്നിലേക്ക് ചെന്ന് നിൽക്കുന്നു. അപ്പോൾ സ്റ്റീഫൻ: ആരാണെങ്കിലും അവരെ ഇനി കാണുമ്പോൾ നീ പറയണം, അവിടുത്തെ പോലെ തന്നെ ഭൂമിയിലും ഒരു നരകമുണ്ടെന്ന്. തൊട്ടടുത്ത നിമിഷം മുത്തു അരിവാളുകൊണ്ട് അവൻ്റെ കഴുത്തിൽ വരയുന്നു. സെൽവൻ പിടഞ്ഞു മരിക്കുന്നു. സ്റ്റീഫൻ മുത്തുവിനെ ഒന്ന് നോക്കിയ ശേഷം തിരിച്ച് പുറത്തേക്ക് നടന്നു നീങ്ങുന്നു. അപ്പോൾ ഇതാണ് സീൻ. എങ്ങനെയുണ്ട് ഈ സീൻ എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു തിരക്കഥയുമായി വീണ്ടും വരാം.